കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതിയിൽ നടന്നിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ്. അതായത് ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധം അല്ലെങ്കിൽ ഒരു അഡൾട്ടറി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയിൽ ഭർത്താവ് ഒരു കേസ് കൊടുക്കുകയും ആ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന് അനുകൂലമായി ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. അതുകൂടാതെ ഭാര്യയ്ക്ക് ഇതുപോലെയുള്ള അവിഹിത ബന്ധമുള്ളത് കൊണ്ട് ഭർത്താവിന് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങളും വിഷമങ്ങളും സാമൂഹികമായ മാനക്കേടുകളും സഹിക്കേണ്ടി വന്നതിനാൽ നഷ്ടപരിഹാരമായി ഭാര്യയിൽ നിന്നും 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോടതിയിൽ മറ്റൊരു കേസും ഭർത്താവ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവിന് അനുകൂലമായി ഫാമിലി കോടതി 4 ലക്ഷം രൂപ കോമ്പൻസേഷനായിട്ട് ഭാര്യയിൽ നിന്നും ഭർത്താവിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിധി വന്നു. എന്നാൽ ഈ വിധിക്ക് എതിരെ ഭാര്യ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ഭർത്താവിന് അനുകൂലമായി ഫാമിലി കോടതി വിധിച്ച 4 ലക്ഷം രൂപ ഡിസ്മിസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഡിസ്മിസ് ചെയ്യാനുള്ള കാരണമായിട്ട് കോടതി പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അഡൾട്ടറി എന്ന് പറയുന്നത് ഡിവോഴ്സ് കിട്ടുവാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് പരിഗണിക്കാം. അതുപോലെ തന്നെ 2018 ജോസഫ് സ്റ്റൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പ്രകാരം അതൊരു ഡീക്രിമിനലൈസ് ആക്കിയിട്ടുമുണ്ട്. പക്ഷേ ഭാര്യയുടെ അഡൾട്ടറി മൂലം ഭർത്താവിന് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിൽ കോമ്പൻസേഷൻ ചോദിക്കുവാനായിട്ട് ഇന്ത്യയിൽ നിലവിൽ ഒരു നിയമമില്ല എന്ന് പറയുകയും ഫാമിലി കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിധി നല്ലൊരു വിധിയാണോ മോശം വിധിയാണോ എന്നുള്ളത് കേൾക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഭർത്താവിന് ഭാര്യയുടെ കയ്യിൽ നിന്നും കോമ്പൻസേഷൻ കിട്ടുവാനായിട്ട് വേറെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ഒക്കെയാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒരു വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.